നീ ഓണം ബമ്പറിന്റെ ടിക്കറ്റ് എടുത്തില്ലേ? ഞാൻ എടുക്കുന്നില്ല ഇപ്രാവശ്യം. എന്നോട് ഇന്നാൾ പറഞ്ഞതായിരുന്നു. ഇല്ല ഞാൻ എടുത്തില്ല. അടിക്കത്തില്ലേടാ? സമ്മാനം എന്തായാലും 1, 2, 3 അങ്ങനെ പ്രോത്സാഹന സമ്മാനങ്ങളും ഒക്കെ ആവശ്യം പോലെ ഉണ്ടല്ലോ. അത് അടിക്കാതിരിക്കത്തില്ലല്ലോ. ഇപ്പം മരത്തെ കയറിയാലല്ലേ മരത്തിൽ നിന്ന് വീഴാൻ പറ്റൂ. ലോട്ടറി എടുക്കണമല്ലോ. ലോട്ടറി എടുത്തില്ലേ പറ്റൂ. ഞാൻ ഈ പ്രാവശ്യം എടുക്കുന്നില്ലെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ടിക്കറ്റ് എടുത്ത് എത്ര എടുത്ത് അവിടെ വെച്ചേക്കുന്നറിയാവോ? എത്ര പേര് എന്നിട്ട് ഞാൻ ചോദിക്കും ഇത്രയും ടിക്കറ്റ് എന്തിനാ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറയുന്നതെന്നറിയാവോ? എത്രയോ പാവപ്പെട്ടതായി ടിക്കറ്റ് വിൽക്കാൻ നിൽക്കുന്നറിയാവോ? അവർക്കും ഒരു ഉപജീവനം. തീർച്ചയായിട്ടും മമ്മി, അതിനകത്ത് പാവങ്ങളാ ഈ ലോട്ടറി വിൽക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നത്. അവർക്ക് കക്കാൻ പോവാം, മൂട്ടിക്കാൻ പോവാം, പിടിച്ചു പറിക്കാൻ പോവാം, ഇതൊന്നിനും പോവാതെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് അവരുടെ ഒരു ജീവിതമാർഗത്തിന് വേണ്ടി അവർ വന്ന് നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നത്. അന്നേരം അതിനകത്ത് പിന്നെ വിധവകൾ കാണും, കുടുംബ പ്രാരാബ്ദമുള്ളവർ കാണും, കൈയും കാലും ഇല്ലാത്തവർ കാണും, വീൽ ചെയറിൽ വരുന്നവർ കാണും. അന്നേരം സ്വാഭാവികമായിട്ട് നമ്മൾ ലോട്ടറി എടുക്കും. അത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കും, അല്ലെങ്കിൽ തന്നെ അവരുടെ വീട്ടിലേക്ക് അവർക്കുള്ള വീട്ടിലേക്ക് ഒരു വരുമാനമാവും. അത് ഈ പ്രാവശ്യം ഞാൻ എന്നേ എടുത്തു. അല്ല പ്രാവശ്യം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ലോട്ടറി എടുത്തിട്ട് ആരെ അറിയിക്കുന്നെന്ന് വിചാരിച്ച്. കാരണം ഞാൻ അടിച്ചാൽ പോലും അതിനകത്തൊരു പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. ഈ 2 പ്രാവശ്യം ബമ്പർ അടിച്ച വിജയികൾക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സ്വന്തക്കാരും ബന്ധക്കാരും അതേപോലെ പരിചയക്കാരും ഒക്കെ ഒന്ന് കടം ചോദിക്കുന്നു. ഈ കടം ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ പരിധിയാണ് കൊടുക്കുന്നതിനും എടുക്കുന്നതിനും. അത് പിന്നെ ഭീഷണിയായി, അയാളെ അപകീർത്തിക്കുന്ന രീതിയിലുള്ള വർത്താനങ്ങളായി. അന്നേരം അയാളെ വളരെ മോശക്കാരനാക്കി. അങ്ങേർക്ക് ഭാഗ്യം കൊണ്ട് അടിക്കുക. അങ്ങേര് പലയിടത്തും ചെന്ന് പല പ്രാവശ്യം ആളുകളുടെ അടുത്ത് ചോദിച്ചപ്പോഴൊന്നും ഒരു പൈസ ആരും കൊടുത്തു കാണത്തില്ല. പക്ഷെ അയാൾക്കൊരു നല്ല കാലം വന്നപ്പോഴത്തേക്ക് അയാളെ പ്രോത്സാഹിപ്പിക്കുക, അയാളെ പിന്നെ അങ്ങ് ആക്ഷേപിക്കുക, അവരുടെ വീട്ടിൽ സത്യാഗ്രഹ സമരം ഇരിക്കുക, നിരാഹാരം ഇരിക്കുക. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം ഒരു കാര്യം ചെയ്തത് വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പോഴേ ആളുകളുടെ അടുത്ത് കടം ചോദിക്കാൻ തുടങ്ങി. ഒരു 10,000 തരുമോ, ഒരു 5,000 തരുമോ, ഒരു 1,00,000 രൂപ തരും. ഓരോരുത്തരുടെ റേഞ്ച് അനുസരിച്ച് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് അടിക്കണമെന്നില്ല. ഈ അടിക്കുവാണെങ്കിലും ആരും ചോദിക്കാൻ വരണമെന്നല്ല, തരുന്നവർക്ക് നമ്മൾ കൊടുക്കണം, അർഹതപ്പെട്ടവർ കൊടുക്കണം. പക്ഷെ ശത്രുത ഉണ്ടാക്കാൻ എനിക്കൊരു താല്പര്യവും ഇല്ല. അന്നേരം ഞാൻ ആളുകളുടെ അടുത്ത് ഇപ്പോഴേ കടം ചോദിച്ചു തുടങ്ങിയത്. എനിക്ക് ലോട്ടറി അടിക്കണമെന്നൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ മമ്മി ചോദിച്ചപ്പോഴും പറയാൻ, ലോട്ടറി അടിച്ചാലും ഞാൻ ആരുടെ പറയാൻ തീരുമാനിച്ചിട്ടില്ല. കുറച്ച് നാൾ സർക്കാർ കടന്ന് തപ്പട്ടെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പോയി ബാങ്കിൽ പോയി മാറണം പറഞ്ഞിട്ടൊക്കെ ഇരിക്കുക. പക്ഷെ അടിക്കുന്നത് ഭാഗ്യവന്മാർക്കും അർഹതപ്പെട്ടവർക്കും അടിക്കും. എല്ലാവരും ലോട്ടറി എടുക്കട്ടെ. ഇനിയും കുറച്ച് ദിവസം കൂടെ ഉള്ളു. ലോട്ടറി എടുക്കുന്നെങ്കിൽ ലോട്ടറി എടുക്കട്ടെ. അണ്ട് വെള്ളം കൊണ്ട് വരുന്നത് എനിക്ക് എന്നോട് ചോദിച്ചില്ലല്ലോ. അല്ല, ഞാൻ ആരുടെ ചോദിച്ചല്ല. ഈ എന്നോട് പറയാൻ വേണം കേട്ടോ. ഞാൻ ലോട്ടറി ആവശ്യം പോലെ ഇപ്രാവശ്യം എടുത്തു കേട്ടോ. എനിക്കറിയാം. ഞാൻ പല സ്ഥലത്തുനിന്ന് എടുത്തു. പല ആളുകളുടെ പോയ വഴിക്കല്ലേ. ഇല്ല ഇത് നമ്മുടെ അടുത്ത് ചോദിക്കാനല്ലേ. നാളെ ആയാലും നമ്മളെ പാവപ്പെട്ടവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറ് തന്നെ. പക്ഷെ ഈ അവസാനം നമ്മളെ ഈ സാമ്പത്തികമാകുമ്പോൾ ഒരുമാതിരി ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് വരും ആളുകൾ. അതുണ്ടാവരുത്. കാരണം നമ്മൾ നാളെ ലോട്ടറി അടിക്കുമെന്നല്ല അറിയാം. ലോട്ടറി അടിച്ചാൽ നമ്മളും രക്ഷപ്പെടും. നമ്മുടെ ആ കഷ്ടപ്പാടൊക്കെ മാറും. വേണ്ട, കടം വേണ്ട.